കഴിഞ്ഞ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ഡി-സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട സംഘർഷം ഏകപക്ഷീയമായി എസ്.എഫ്.ഐയുടെ പ്രവർത്തകരെ ഉൾപ്പെടെ ആക്രമിക്കുന്ന നിലയിലേക്ക് സംഘാടക സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഇടപെടലുകൾ ഈ ദിവസങ്ങളിലാകെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എസ്.എഫ്.ഐയുടെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെക്കുന്ന നിലയുണ്ടായി. അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഞങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കാനുള്ള ആക്ഷേപം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ സ്വീകരിച്ച സമീപനമാണ്. അതങ്ങേയറ്റം വിമർശന വിധേയമാണ്. ഞങ്ങൾ ആവർത്തിച്ച് നിങ്ങളോടുള്ള വിമർശനം സൂചിപ്പിക്കുമ്പോഴും ഒരു നിലയ്ക്കും അതിനകത്ത് ഒരു തിരുത്തൽ വരുത്തുന്നതിന് വേണ്ടിയും ഞങ്ങൾ ഒരുക്കല്ല എന്ന നിലപാട് ആവർത്തിച്ചുകൊണ്ട് കേരളത്തിലെ ചില മാധ്യമ സ്ഥാപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് കെ.എസ്.യുവിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ഇന്ന് പലയാവർത്തി മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പ്രതിരോധിച്ചതാണ് എന്നാണ് കെ.എസ്.യു പറയുന്നത്. ഒരു വിദ്യാർത്ഥിയെ 10 പേർ ചേർന്ന് വളഞ്ഞിട്ട് തല്ലുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഞങ്ങൾ പ്രതിരോധിച്ചതാണ് പോലും. ഒരു കെ.എസ്.യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുകയാണ്, കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ പ്രതിരോധം തീർത്താണ്, ഞങ്ങൾ ഇനിയും പ്രതിരോധിക്കും. ഇന്നലെ KPCCയുടെ പ്രസിഡന്റ് കെ.എസ്.യു പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്നത് കണ്ടു, നിങ്ങൾ നടന്ന് തല്ലിക്കൊന്ന്. ഈ പറഞ്ഞ പ്രതിരോധം അല്ലെങ്കിൽ ഇവർ ആക്രമിക്കപ്പെടുകയാണ് എന്നുള്ളൊരു നരേറ്റീവ് പൊതുസമൂഹത്തിന് മുൻപിൽ സൃഷ്ടിക്കുന്നത് തന്നെ തെറ്റായിട്ടുള്ളതാണ്. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ചരിത്രമൊന്നും പറയാൻ വേണ്ടി ഞങ്ങൾ സമയം മെനക്കെടുത്തുന്നില്ല. എന്നിരുന്നാലും ഇവർ നടത്തിയ അക്രമത്തിന് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തുനിഞ്ഞിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താ? സഖാവ് അഷറഫിനെ ബ്രണ്ണൻ കോളേജിൽ കൊലപ്പെടുത്തിയതിന് ഞങ്ങൾ തിരിച്ച് അതേ നിലയ്ക്ക് അതേ നാണയത്തിൽ പ്രതിരോധം തീർക്കാൻ വേണ്ടി നിന്നിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താ? തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിൽ PK രാജനെ കൊലപ്പെടുത്തിയിടത്ത് ഞങ്ങൾ തിരിച്ച് പ്രതിരോധം തീർക്കാൻ വേണ്ടി തയ്യാറായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താ? കാത്തലിക്കേറ്റിൽ MS പ്രസാദിനെയും CV ജോസിനെയും KSU കൊലപ്പെടുത്തുന്ന ഘട്ടത്തിൽ ഞങ്ങൾ അതേ നാണയത്തിൽ പ്രതിരോധം തീർക്കാൻ വേണ്ടി നിന്നിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താ? എത്രയെത്ര അനുഭവങ്ങളുണ്ട്. ഇടുക്കിയിൽ അനീഷ് രാജൻ്റെ അനുഭവമല്ലേ? ഇടുക്കിയിൽ തന്നെ പൈരാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജിൻ്റെ അനുഭവമല്ലേ? കോട്ടയത്ത് M സാബുവിൻ്റെ അനുഭവമല്ലേ? G ഭുവനേശ്വരൻ്റെ അനുഭവമല്ലേ? അങ്ങനെ എത്രയെത്ര അനുഭവം. KSU ഏകപക്ഷീയമായി കൊലപ്പെടുത്തി കളഞ്ഞതിൻ്റെ അനുഭവം. MSFകാർ താമരശ്ശേരിയിൽ ജോബി ആൻഡ്രൂസിനെ കല്ലെറിഞ്ഞു കൊന്നു. സമാനമായ നിലയിൽ അതേ നാണയത്തിൽ ഞങ്ങൾ തിരിച്ച് പ്രതിരോധം തീർക്കാൻ വേണ്ടി നിന്നിരുന്നെങ്കിലത്തെ സ്ഥിതി എന്താ കേരളത്തിനകത്ത്? അപ്പോൾ ഈ ഘട്ടത്തിലൊന്നും ഞങ്ങൾ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയല്ല പോയത്, ഈ ആക്രമണങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് പോയത്. ഇങ്ങനെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയതിൻ്റെ ചരിത്രമാണ് സഭയ്ക്കുള്ളത്. ആ ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ട് ഇവിടെ SFI ആക്രമണം നടത്തുന്ന ആളുകളും ഞങ്ങൾ അതിന് പ്രതിരോധം തീർക്കുന്ന ആളുകളുമാണ് എന്ന് പൊതുസമൂഹത്തിന് മുൻപിൽ വന്നു നിന്ന് ഒരു എളുപ്പമില്ലാണ്ട് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് KPCCയുടെ അധ്യക്ഷനും പറഞ്ഞു പോവാ. ഇവർ ഏകപക്ഷീയമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക. ഈ ആക്രമണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല. ഞങ്ങൾ സൂചിപ്പിച്ചു, ഇത് വലിയ അപകടത്തിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. ഈ അക്രമ പരമ്പര അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം. കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ, അതിന് മുൻപുണ്ടായിരുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു ഡി-സോണിൽ. എന്താ ദൃശ്യം? ചില വിദ്യാർത്ഥികൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ആളുകളുടെ തലയടിച്ച് പൊട്ടിച്ചു. സംഘാടനവുമായി ബന്ധപ്പെട്ടുള്ള പിഴവുകൾ തുടരല്ലേ? ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ സോണൽ കലോത്സവം നടക്കുന്നുണ്ട്, എ-സോൺ നടക്കുന്നുണ്ട്. എ-സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും ഈ ദിവസങ്ങളിൽ വിവരം വരില്ലേ? ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട അപാകത ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള അത് ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികളെ മെക്കിട്ട് കയറുന്ന നില. ഇപ്പോൾ കോഴിക്കോട് സോണൽ കലോത്സവം നടക്കുന്നുണ്ട്, ബി-സോണുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവർ പറയും SFI കലാപം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, SFI വിമർശനം ഉന്നയിക്കുകയാണ്. ഇപ്പോൾ ബി-സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു സംഘടനയും പ്രവർത്തിക്കാത്ത വിമൻസ് കോളേജിലെ ആ കുട്ടികളല്ലേ ജഡ്ജുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉന്നയിച്ച് മുന്നോട്ട് വന്നത്? കോഴിക്കോട് ആ കുട്ടികളല്ലേ വിമർശനം ഉന്നയിച്ചു വന്നിട്ടുള്ളത്? ഇനി അതും SFIയുടെ ആസൂത്രണമാണോ? ഇവരുടെ സംഘാടനവുമായി ബന്ധപ്പെട്ടും ജഡ്ജ്മെൻറ്റിനകത്തുള്ള അഴിമതിയും പൊതുവിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യും. അത് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അതിനെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുക വേണ്ടത്. എഫ്-സോൺ കലോത്സവം വയനാട്ടിൽ നടക്കുക, സമാനമായ സ്ഥിതി അവിടെ ഉണ്ടാകുകയാണ്. ഈ നിലയിൽ ചില ആളുകളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടങ്ങളായിട്ട് കലോത്സവങ്ങളെ മാറ്റാൻ വേണ്ടി പറ്റില്ല. മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഏറ്റവും മാതൃകാപരമായി പങ്കെടുത്തു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടങ്ങളാക്കി കലോത്സവങ്ങളെ മാറ്റണം. ആ കലോത്സവങ്ങൾ ജനാധിപത്യത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറണം.